എല്ലാവർക്കും നമസ്കാരം. ഞാൻ സിനിമ റിവ്യൂ ഒന്നും ചെയ്യാറില്ല. നിങ്ങൾ ഈ പടം കണ്ട സിനിമ എന്താണ് നാരായണൻ്റെയും മൂന്ന് ആൺമക്കൾ. ഇതിലൊരു ചെറിയൊരു ഭാഗം കണ്ടപ്പോഴാണ് പറയാൻ തോന്നിയത്. കാരണം സിനിമ റിവ്യൂ ഒന്നും ചെയ്യാറില്ല. ഇതിൽ ഇപ്പം നാരായണൻ്റെ മൂന്ന് മക്കൾ ആൺമക്കളിൽ അലൻസിയാറിൻ്റെ ഒരു കഥാപാത്രമുണ്ട്, മൂത്ത ജ്യേഷ്ഠൻ. രണ്ടാമത്തെ ആള് സുരാജ് വെഞ്ഞാറമൂട്. അങ്ങനെ മൂന്നാമത്തെ ആള് അങ്ങനെ പിന്നെ ജോജു. അതില് അലൻസിയാറിന്റെ കഥാപാത്രത്തിന്റെ മകളും അതുപോലെ തന്നെ സുരാജ് വെഞ്ഞാറമൂടിന്റെ കഥാപാത്രത്തിന്റെ മകനും പുറത്തുനിന്ന് വന്നിരിക്കുന്ന സിനിമ കണ്ടവർക്ക് അറിയാം. അപ്പൊ ഇവര് തമ്മിലുള്ള ഒരു ഇന്റിമേറ്റ് ശരിക്ക് നോർമലി നമ്മളിപ്പോ ആങ്ങളുടെ പെങ്ങളുടെ മക്കളെ മുറപ്പണ് ചെറുക്കനാണ്. കാരണം അവരുടെ രണ്ട് അച്ഛന്മാര് തമ്മിൽ രക്തബന്ധമില്ല. പക്ഷെ ഇതില് രക്തബന്ധമുള്ള രണ്ടാളുടെ മക്കളാണ്. അവര് തമ്മിൽ സഹോദരന്മാരാണ്. സഹോദരിയും സഹോദരനും തന്നെയാണ്. നോർമലി ഇപ്പൊ എന്ത് പുരോഗമനമായാലും ശരിക്കും സഹോദരന്മാരാ ഒരു സീനാണ് ഇതിൻ്റെ അടുത്ത് കാണിച്ചേക്കണം. അപ്പം അത് എന്താണ് ഇവർ ഉദ്ദേശിക്കണമെന്ന് നമുക്ക് മനസ്സിലായിട്ട് കേട്ടോ. കാരണം നമ്മുടെ നാട്ടിലൊന്നും പതിവില്ലാത്തൊരു സംഭവമാണ്. ഇതുവരെ കേട്ട് പരിചയം പോലുമില്ല. അതായത് ആങ്ങളുടെയും പെങ്ങളുടെയും മക്കൾ തമ്മിൽ മുറച്ചെറുക്കനും മുറപ്പെണ്ണുമാണ്. അവർ കല്യാണം കഴിക്കാനൊക്കെ സർവ്വസാധാരണമാണ്. ഇത് രണ്ട് ജ്യേഷ്ഠൻ്റെയും അനുജൻ്റെയും മക്കൾ തമ്മിലുള്ള ഒരു സീൻ ഇതിൽ ഉൾപ്പെടുത്തിയത് എന്താണെന്ന് അറിയില്ല. ഞാൻ ഈ സിനിമ റിവ്യൂ ചെയ്യാറില്ല. ഇത് കണ്ടപ്പോൾ ഒന്ന് പറയാൻ തോന്നിയാണ്. ഒന്ന് നിങ്ങൾ കണ്ടു നോക്കിയാൽ മനസ്സിലാവും എന്തൊക്കെയാണ് ഇതിൻ്റെ അടുത്തുനിന്നുള്ളത്. ഓക്കെ, ബൈ.